അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയുണ്ട്. ഇന്നലെ നമ്മൾ പലഹാരത്തിനുള്ള മാവൊക്കെ കലക്കി വെക്കണമല്ലോ നിങ്ങൾ കണ്ട്. ഇന്ന് നമ്മൾ പലഹാരം ചുട്ടിട്ട് നമ്മളെ വലിയ നാത്തൂൻ്റെ കൊടുക്ക് പോകട്ടെ, ബാബുവിൻ്റെ പെങ്ങളോടുക്ക്. അവിടുത്തെ മകള് എങ്ങനെയായാലും പ്രസവിക്കാനായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ മാമിയും മാമന്മാരൊക്കെ ആയാലും അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കണമല്ലോ നല്ലത്. അതൊക്കെ ജീവിതത്തിൽ രസമുള്ള കാര്യമാണ്, നമുക്കൊരു സന്തോഷം കിട്ടണത് ചെയ്യുക. അപ്പോൾ എന്നും പറയണ മായത്തിന് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇന്ന് എന്താ വെച്ചാൽ ഉച്ചച്ചോറേ കഴിഞ്ഞ് നമ്മൾ പോവുക. അപ്പോൾ എന്തായിട്ട് ഇന്നലത്തെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട്, അതും ലേസം ചോറും വെച്ചിട്ട് ഇതിമ്മണ് നിൽക്കണ്ടോ. ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം വേണം. അപ്പം ഞാൻ ഇന്ന് എന്ത് ചെയ്തു, നേരം വെളുത്ത് നീച്ചപ്പോൾ തന്നെ പരീക്ഷയാണ് കേട്ടോ ശാലുവിനും മോനൂനും. അപ്പം നിസ്കാരം കഴിഞ്ഞാണ്ട് പോലെ പഠിപ്പിച്ചായിരുന്നു. കാരണം നേരത്തെ പഠിപ്പിക്കണതിന് നോക്കൂല, എത്ര രാത്രി പഠിച്ചാലും രാവിലെ അതൊക്കെ ഒന്ന് നോക്കിയാൽ എളുപ്പം നമ്മളെ മണ്ടയിൽ കയറും. പ്രത്യേകിച്ചും കുട്ടികൾക്ക്, കാരണം ഓലെ മനസ്സൊക്കെ ഫ്രീ ആണല്ലോ. അങ്ങനെ ഓലെ ഞാൻ അവിടെ പഠിപ്പിച്ചായിരുത്തിട്ട് എന്തായിട്ട് മാഗി ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന്. ഏതായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും മാഗിയാണ്. അപ്പം അതിലത്തെ ഒരു കട്ടെടുത്ത് കണ്ട് ഇപ്പം ഉണ്ടാക്കി കൊടുത്തോല് പോയാൽ തിന്ന് പോയാൽ നമുക്ക് സമാധാനമാണ്. 2 പരീക്ഷയും കഴിഞ്ഞിട്ടേക്കാണ് ചിലപ്പം വരിക. ശാലുവിന് 2 പരീക്ഷയാണ്. അപ്പോൾ 2 പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരുപാട് സമയം പിടിക്കൂലേ. അങ്ങനെ ഞാൻ ഇവിടെ വെച്ച് നോക്കുമ്പോൾ അത് ചൂടാറണ തന്നെയല്ലേ. അപ്പം ഞാൻ എന്തായിട്ട് പായ്ക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കരുതും ഇനി കടക്കപ്പായിലിരുന്നിട്ടാണോ ഭക്ഷണം കഴിച്ചതെന്ന്. കാരണം ഇവിടെ ഫാൻ ഉണ്ട്, എന്നാൽ ഫാനിൻ്റെ ചോട്ടിരുന്ന് ചൂടാറിക്കോട്ടെ. ഞാൻ ആ വിരിപ്പൊക്കെ ഒന്ന് നീക്കിയിട്ട് പായിൽ തന്നെ വെച്ച് കൊടുത്തിക്കാട്ടോ. ഓലാണ് പോയിട്ട് വേണം ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ ഓല തിന്നുമ്പോഴത്തേന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞാട്ടോ, ഭയങ്കര മഞ്ഞ്. ഈ മഞ്ഞ് കാലത്ത് എനിക്ക് ഭയങ്കര പ്രശ്നം, അലർജി പ്രശ്നമുണ്ട്. കാരണം 2 മൂക്കും അടച്ചിട്ട് വർത്താനം പറയാനും പോലും വയ്ക്കൂല. എന്നാലും ഞാൻ വെറുതെ ഇരിക്കൂല കേട്ടോ. എൻ്റെ സ്വഭാവം എങ്ങനെയാ വെച്ചാൽ എത്ര വെച്ചെങ്കിലും നേരം വെളുക്കുമ്പോൾ എനിക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്താലേ മനസ്സിന് സമാധാനമാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റടിച്ചാണ്. ഞാൻ ഇനി കുറേ ഇരുന്ന് കാണ്ട് തുമ്പിങ്ങാണ്ടും ഇതായിങ്ങാണ്ടും ഇരിക്കും കേട്ടോ. എന്നാലും വേണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മളെ ഷാലും മദ്രസ്ക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. മോനും ഷാലും ഷിബിലൊക്കെ ഉണ്ട് കേട്ടോ. മുറ്റടി കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് വേണം. അതിലിടക്ക് ഞാൻ ചോറിന് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. എന്നാൽ അതവിടെ കടന്ന് തളിച്ചോട്ടെ. കാരണം പോളൊരു സമാധാനമില്ല. കാരണം ഒപ്പം ഇങ്ങനെ നടക്കും. അപ്പോൾ ഓലാണ് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഓല് 3 പോയാൽ നമുക്ക് നമ്മളെ പരിപാടിയൊക്കെ കാലോ. അങ്ങനെ വന്നപ്പോഴത്തേന് ചോറിനുള്ള വെള്ളമൊക്കെ നല്ലെല്ലാം കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേശം അരി തീമിട്ടിട്ട് അതിനൊരു കോപ്പ വെള്ളം മുക്കിയിട്ട് ഫ്രഷ് കുടിച്ചും ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നി മീൻ വെക്കട്ടെ അടുപ്പത്ത്. എന്നാൽ അതവിടെ കടന്ന് പൊരിയും ചെയ്തോളും. നമുക്ക് സമാധാനത്തിൽ ഇവിടെ ഇരുന്നുങ്ങാണ്ട് ഈ പണി ഇരിക്കാമല്ലോ. കാരണം തേങ്ങ അരിഞ്ഞിടണം. തേങ്ങ ഞാൻ ഇന്നലെ തന്നെ ഇടാത്ത എന്താ വെച്ചാൽ തേങ്ങ ഇട്ടാൽ നമ്മളെ ശാലുവിന് പറ്റൂല. അപ്പോൾ കുറച്ച് അങ്ങനെ ചൂടണം നല്ലപോലെ. ഇനിയിപ്പോൾ അടുത്തൊന്നും ചിലപ്പം ചൂടയിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പുതിയാപ്പിളക്കോര ഇതാട്ടോ കിട്ടിയിട്ടുണ്ട്. നല്ല എരിയൊക്കെ ഇട്ടുങ്ങാണ്ട് പൊരിച്ചെടുക്കുകയാണ് കറി വെച്ചിട്ട്. അപ്പം നമ്മളെ വടുക്കിന് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഏകദേശം ഇനി പലഹാരം ചൂടാണ്ട് തിരുമ്പാനുണ്ട് കേട്ടോ. നിലൊക്കെ തുടച്ചിക്കണം. എന്നാലും അടുക്കള ചിലപ്പോൾ ഒന്നും പാടെ തുടക്കേണ്ടി വരും. കാരണം ഈ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല എണ്ണമയം ഉണ്ടാവും. അപ്പോൾ പലഹാരത്തിനുള്ള ഇതൊക്കെ ഇന്നലെ കലക്കി വെച്ചാൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല മയം ടൈറ്റ് ആയിക്കും കേട്ടോ. നല്ല മയം ഉണ്ടായാൽ മതിയായിരുന്നു വെച്ചിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. കാരണം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ശരിയായിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങാറാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം നെയ്യപ്പം ചൂടുന്നത്. നെയ്യപ്പം ആദ്യം ചൂടുന്നത് എന്താ വെച്ചാൽ, നെയ്യപ്പം ചൂടുമ്പോൾ നമ്മൾ തന്നെ നിന്നേ പറ്റൂ. കാരണം നല്ല ക്ഷമ വേണം. ക്ഷമ ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ കലത്തപ്പം എന്ന് പറയുന്നത് ഞാൻ കുക്കറിലാണ് ചുടുന്നത് കേട്ടോ. അപ്പം ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം ഞാൻ ഈ വെള്ളപ്പച്ചട്ടിയിലാണ് ചുടുന്നത് കേട്ടോ. നമ്മളെ വെള്ളപ്പച്ചട്ടിയൊക്കെ പറ്റ കേടന്നിക്കണു. ഇതിൽ വെള്ളപ്പം ചുട്ടാൽ കിട്ടൂല. ഞാനിപ്പോൾ ഇതിൽ എന്താ കാട്ടിൽ വെച്ചിട്ട് ആ കറിയൊക്കെ തൂമിച്ചാനും അതുപോലെ പപ്പടം പൊരിച്ചാനൊക്കെ എടുക്കും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇത് ഞാൻ വിരുന്ന് പോയി വന്നപ്പോൾ എന്തേ സംഭവിച്ചു അറിയില്ല, ഇതിൻ്റെ അടിയിൽ ഇറുമ്പ് തിന്നിക്കുക. അതാണ് ചട്ടിക്കുള്ള കേട്. അപ്പോൾ ഫസ്റ്റ് നെയ്യപ്പം പറഞ്ഞപ്പോൾ കണ്ടില്ല നിങ്ങൾ ശരിയാവണം ചേട്ടാ. അപ്പം എൻ്റെ മനസ്സിന് ഇടങ്ങേറ്. അപ്പം ശരിയാവില്ലേ. അങ്ങനെ 2 എണ്ണയായിട്ട് 3 എണ്ണയായിട്ട് ശരിയാവാതെ ഇരുന്നു കേട്ടോ. പിന്നെ ചുടുന്ന നെയ്യപ്പൊക്കെ നല്ല പൊന്തി വന്നിരുന്നു. അപ്പം തീയൊന്ന് കുറച്ചെടുക്കുക. നമ്മൾ പാരുമ്പോൾ നല്ല തീ വേണം, പിന്നെ തീ കുറച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ചുട്ടത് എന്താണെന്നാവോ, എണ്ണ നല്ല ചൂടായിട്ടാണ് തോന്നുന്നത്. അത് ഈ ലെവലിലാട്ടോ ആയത്. അങ്ങനെ ഞാൻ ചുട്ടിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരാം. എല്ലാം പാട് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് നേരം എടുക്കും. അപ്പം നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കലത്തപ്പം ഇതുപോലെ 2 കുക്കറിലായിട്ടാട്ടോ പാരിന്. അപ്പോൾ ഈ മാവ് നല്ല ടൈറ്റ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, വേറൊരു പാത്രത്തിൽ കൊഴിച്ചുങ്ങാണ്ട് ലേശം പാട് ശർക്കരയൊക്കെ ഉരുക്കിങ്ങാണ്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, ആദ്യം 2 എണ്ണം തേങ്ങ ഇടാതെ ചൂടണം. എന്നിട്ട് ഞാൻ തേങ്ങ ഇടും. ഇവൽക്കൊന്നും തേങ്ങ ഇട്ട് പറ്റൂല. ഇന്ന് എനിക്കാണെങ്കിൽ നല്ല തേങ്ങ വേണം കേട്ടോ.
ഉണ്ണിയപ്പത്തേക്കായാലും നെയ്യപ്പത്തിൽ ചിലവരൊക്കെ ഓരോ ലസിച്ച തേങ്ങയൊക്കെ വറുത്തിടുമല്ലോ, അത് പറ്റൂല. കൽത്തപ്പത്തിനും പറ്റൂല. ഞാൻ ഇന്നാൾ ഉണ്ടാക്കിയില്ല പഴംപൊരിയുടെ വാക്കിയുണ്ട്, അത് നല്ല ഇഷ്ടമായിക്കണം കേട്ടോ. അങ്ങനെ ചുട്ടെന്നാൽ മതി എന്ന് പറയാം. അപ്പം എപ്പോഴൊന്നും അങ്ങനെ ആയിക്കോളണില്ലല്ലോ. അപ്പം ഞാൻ കയ്യിലെല്ലാം എടുത്തുകൊണ്ട് നമ്മളെ ചായ കുടിച്ചു കപ്പ് എടുത്തേക്കാണ്. കപ്പ് കൊണ്ട് പാർന്നാൽ എളുപ്പമുണ്ട്. അപ്പോൾ ഒന്ന് ചെറിയൊരു കുക്കറും വലിയൊരു കുക്കറും എടുത്തേക്കാം. എന്നാൽ ഇത് ഇവിടെ പാർന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി ചെയ്യും ജിജ. അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യണത് കേട്ടോ. അങ്ങനെ 2 പാർന്നിട്ട് എന്തിടും, ബാക്കിയുള്ള മാവുക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലേസം എള്ളു ഇട്ട് കൊടുത്തുട്ടോ. എള്ളിൻ്റെ ഓർമ്മയേ ഇല്ല, എന്നോ കൊടുന്ന എള്ളാണ് കേട്ടോ, എള്ളും പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി കണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എള്ള് കാണാണ്ട്. അപ്പം ഞാൻ ഇത് കുറച്ചെടുത്തങ്ങാണ്ട് കഴുകിങ്ങാണ്ട് എന്തായിട്ട് ഇങ്ങോട്ട് വറുത്ത് വെച്ചു. അതാണ് ഞാൻ ഇപ്പോൾ നെയ്യപ്പം ചുടുന്നേക്ക് ഇട്ടത് കേട്ടോ. അപ്പം നമുക്ക് ഇത്ര എള്ള് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് കഴുകി വെച്ചു. ഇനി എന്താ വെച്ചിട്ട് നമുക്ക് എപ്പോഴേലും എള്ളും പൊട്ട് ചുടാലോ. അണ്ടിപ്പരിപ്പും ബദാനൊക്കെ കൊടുന്നുകൊണ്ട് എള്ളും പൊട്ട് ചുട്ടാൽ നല്ല രസമാണ്. അപ്പോൾ ആദ്യത്തെ 2 അപ്പതട്ടൊക്കെ ചുട്ടുക്കണു. ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയൊക്കെ തേങ്ങ ഇട്ടുങ്ങാണ്ട് ചുടാലെ പുറപ്പാടാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ ഇവിടുത്തെ പല്യ ഇപ്പാണ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചത്. ഏതായാലും ഇപ്പം ഇവിടെ വരും വരാതെ നിൽക്കില്ല. ഇപ്പം ഇവിടെ വന്ന് നിൽക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളിൽ ബാത്റൂം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇവിടെ നിൽക്കാത്തത്. ഇപ്പം അത് വന്നാൽ ഭയങ്കര പ്രയാസമാണ്, കാരണം പെരൻ്റെ പിന്നിലാണ് ബാത്റൂം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ എന്തായിട്ട് കരുത്തപ്പം അതിൽ പാർന്ന് വെച്ചപ്പോഴത്തേന് ഇവിടെ അടുത്തുനിന്ന് അടിച്ചാൻ കൊടുന്നൊരു സാരി. അപ്പം അത് ചെയ്യട്ടെ, ഇവിടെ അടിച്ചൊരു തുടച്ചതാണ്. അപ്പം നിലത്തിട്ടുങ്ങാണ്ട് തന്നെ ഈ പരിപാടി ചെയ്യാലോചിച്ചിട്ടാണ്. ഷാലും മോനും വന്നിട്ടില്ല. അതിൻ്റെ വക്കടിച്ചാൻ അതിനൊന്നും പണില്ല കേട്ടോ. അയച്ചിട്ട് എല്ലാതൊന്നും അടിക്കൂല. ചുരിദാറൊന്നും എനിക്ക് അടിക്കാറിയില്ല. എന്നാലും നമ്മളൊരു മാക്സിയോ ചുരിദാറൊക്കെ അവിടെ ഇവിടെയും വിട്ടാലൊക്കെ അടിച്ചണമെങ്കിൽ നമ്മളോടൊരു മെഷീൻ ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പരിപാടി, അതൊക്കെ പോലും പരീക്ഷ വിട്ട് വന്നിട്ട് അച്ചിപ്പുളിങ്ങ കൊടുന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കട്ടെ. ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി. പിന്നെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഞാൻ പിന്നെ ഒപ്പം നിൽക്കും. ചമ്മന്തി കിടക്കൊക്കെ ബലായിരിക്കും. അതുപോലെ മാങ്ങ കൊടുന്നിട്ട് സീലയിൽ കെട്ടും. മുളകും പൊടിയും വെളിച്ചെണ്ണയൊക്കെ ആയിക്കാണ്ട് സീലയിൽ കെട്ടിയിട്ട് അമ്മിക്കുട്ടി കൊണ്ട് കുത്തിങ്ങനെ ചമ്മന്തി അരക്കും കേട്ടോ. അപ്പോൾ ചമ്മന്തി ആയപ്പോൾ ഞാൻ ഏതായാലും ചോദിച്ചു കൂട്ടാന്ന് കമ്മിയല്ല. അപ്പം ഞാൻ പറഞ്ഞോലോടെ എനിക്ക് ലേസം വേണമെന്നിട്ട്, അല്ലെങ്കിലും ഞാൻ തട്ടിപ്പറിച്ചാനൊക്കെ ഇങ്ങനത്തെ കാര്യത്തിന് നല്ല മുന്നിക്ക് വരും. അപ്പോൾ നല്ല രസമല്ല ചമ്മന്തിയായിരുന്നു. ഷാലും മോനും ഷിബിലും പാടെ പച്ചമുളകൊക്കെ ഇട്ടുക്കണം. അപ്പോൾ എനിക്ക് പാത്രത്തോടുക്കനെ തരാണ്ട്. അപ്പോൾ ഷിബിലിക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ലേസം അവിടെ വെച്ചുക്കണു. അതൊക്കെ കഴിഞ്ഞ് മോന് കുളി കഴിഞ്ഞ് വന്നുകൊണ്ട് ഓനിക്ക് സ്കൂളുണ്ട്. സ്കൂളിൽ എന്തോ ഇപ്പോൾ കളിക്ക് കൂടിയിരിക്കണു, എന്താ കോൽക്കളിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓന് പോവുകയാണ്. അപ്പം ഞാൻ ലേസം കൂന്തൽ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇവലൊന്നും കാണാതെ ഫ്രിഡ്ജിക്ക് വെച്ചിരിക്കുന്നു. എന്താ ചോദിച്ചാലേ ഒന്നായിട്ട് വെച്ചുകൊടുത്തത് അങ്ങനെ തിന്നും. അപ്പം ഞാൻ ലേസം മാറ്റി വെച്ച് ഇവർക്ക് കൊടുക്കാൻ കേട്ടോ, അല്ല ഞമ്മക്ക് തിന്നാനല്ല. ഞമ്മക്ക് ഇനി ഒരു ചമ്മന്തി ഉണ്ടെങ്കിലും ചോറ തിന്നാൻ പോവുമല്ലോ. അങ്ങനെ ഓൻ പോയി. അതിൻ്റെ ശേഷം ബാബു കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞങ്ങാണ്ട് ഞാനും ബാബുവും ഷാലും അടുക്കളയിലിരുന്ന് ചോറുന്ന കേട്ടോ. അപ്പം തൈരും കൂന്തളും അതുപോലെ പുതിയാപ്പിളക്കോര ഉണ്ട്. പിന്നെ നല്ല പുളിങ്ങ ചമ്മന്തി, നല്ല രസം ഉണ്ടായിരുന്നു പുളിങ്ങ ചമ്മന്തി. ചോറയി കഴിഞ്ഞിട്ട് പിന്നെ ഇനി പലഹാരങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഇന്ന് തന്നെ നാത്തൂൻ്റെ കൂടെ നിന്ന് ഇങ്ങോട്ട് പോരണം. അപ്പോൾ കുറച്ച് നേരത്തെ പോയാൽ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും പാടെ കൂടിയാൽ നല്ല രസം, തല്ലുകൂടലും ഇതൊക്കെയാണ്. ചെറിയ നാത്തൂൻ വരൂല കേട്ടോ. ചെറിയ നാത്തൂൻ എപ്പോഴൊന്നും വരൂല, എപ്പോഴേലും വരും. വലിയ നാത്തൂൻ ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും ഓല് വന്നില്ലെങ്കിലും. അപ്പം നെയ്യപ്പം കടയിൽ നല്ല ശരിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പീടിയിൽ നിന്നൊക്കെ നെയ്യപ്പം വാങ്ങൂലേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഫുള്ളായി ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഇൻഷാ അല്ലാ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതുണ്ടോ. അപ്പം ഞാൻ അത് അടുത്ത വീഡിയോയിൽ എപ്പോഴേലൊക്കെ ഇട്ട് തരണ്ടിട്ടോ. ഇപ്പോൾ ഒരാൾ പുട്ടും കടലൊക്കെ ചോദിച്ചിട്ടുണ്ട്, 2 ആൾ. അപ്പം അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കണം. അപ്പം ഞാൻ 3 ഓരി വെച്ചിക്കണം. എന്താ വെച്ചാൽ ഒന്ന് ഇളയച്ചൻ്റെ കൊടുക്കും, ഒന്ന് ഇവിടുക്കും, ഒന്ന് നാത്തൂൻ്റെ കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നാത്തൂൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. മൗലൂദാണ് കേട്ടോ രാത്രി. അപ്പോൾ നാത്തൂൻ്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഞങ്ങളൊക്കെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബിരിയാണിയാണ്. അപ്പോൾ ഞാനാണ് കേട്ടോ അതിങ്ങനെ ഇളക്കി പാകപ്പെടുന്നത്. നല്ല കോഴി ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൗലൂദൊക്കെ ഏകദേശം കഴിയാനായപ്പോഴാണ് ഇത് കൊടുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പെരയിൽ വെച്ചിരിക്കല്ലോ കേട്ടോ, വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നല്ല ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു. വന്നേക്ക് ഒരു ഗ്ലാസ് പായസം കുടിച്ചു. എനിക്ക് പായസം നല്ല ഇഷ്ടമാണ്. പിന്നെ ഗോതമ്പ് പായസം മക്കൾക്കൊന്നും ഇപ്പോൾ പറ്റൂല, സേമിയ പായസമാണ് ഇഷ്ടം കേട്ടോ. ഇനി ഇവരെ ചോറ് കഴിഞ്ഞാൽ നമ്മളെ ചോറ് കഴിച്ചാൽ പിന്നെ കുറേ
ഇന്ന് വർത്താനം പറയുള്ളൂ. പിന്നെ അവിടുന്ന് പോന്നപ്പത്തിന് ഒരുപാട് നേരം വൈകിയിരുന്നു. കാരണം നമുക്ക് വർത്താനം പറഞ്ഞാൽ പൂതി മാറൂലല്ലോ. അതല്ല നമ്മളെ കുടുംബങ്ങളൊക്കെ ഒത്തൊരുമിച്ചിട്ട് ഇരിക്കുക, വർത്താനം പറയുക, അതൊക്കെ രസം വേറെ തന്നെ കേട്ടോ. നമ്മളെ ഈ ജീവിതകാലത്തിൽ ഇതൊക്കെ തന്നെയുള്ളൂ നമുക്ക് സന്തോഷത്തിന് ഉണ്ടാവുമല്ല, എപ്പോഴും ഓർത്തിരിക്കാനാണെങ്കിലും. അപ്പം ശാലുവിനും മോനുനും ഒക്കെ പോരാന്ന് കരുതിയാൽ നേരത്തെ പോരണം. അപ്പം ഇന്ന് ബാബു ഉറക്കത്ത് പെട്ടിട്ട് കുറച്ച് വെക്കിയിട്ടാട്ടോ ഞങ്ങളാക്കി തന്നത്. അപ്പം നമ്മളപ്പാനും നിങ്ങൾ കണ്ടില്ല എന്ന് പറയരുത്. നമ്മളപ്പയാണ് ചോറ് തിന്നണത്. പിന്നെ ഒരു ഉസ്താദ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ചോറ് തിന്നും, എന്നിട്ട് പിന്നെ നമ്മൾ പാടപടി ഇരുന്നാണ്ട് ചോറ് തിന്നണച്ചിട്ടാണ്. പിന്നെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ, നമ്മളെ വീഡിയോക്ക് ഇപ്പോൾ ലൈക്കൊക്കെ കൂടി വരുന്നുണ്ട്. പുതിയ പുതിയ ആൾക്കാർ നമുക്ക് കൂട്ടായി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഓലെ ചോറായി കഴിഞ്ഞു, ഇവർ ചോറ് തിന്നുക. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.